8 സ്റ്റെപ്പുകൾ കൂടാതെ തന്നെ നാം പ്രധാനമായി ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ നേരത്തെ ഒരു ഫ്രീ മണി എന്നുള്ള തരത്തിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കാണാം, ഈ ചാനലിൽ തന്നെ കാണാൻ കഴിയും. ആ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ഫ്രീ മണി എന്ന് പറഞ്ഞതുപോലെയുള്ള ഏജൻസികൾ ഏതൊക്കെയാണ്, പ്രൊമോഷൻ കൗൺസിലുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം കിട്ടുന്ന സംവിധാനങ്ങൾ എങ്ങനെയാണ്, സർക്കാർ ഇന്ത്യൻ സർക്കാർ കയറ്റുമതിക്കാർക്കായിട്ട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ബോഡി എന്താണ് അവരുടെ ഉപദേശം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു തരത്തിൽ നമുക്ക് ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ ഗവൺമെൻറ് ബോഡികളുമായും അല്ലെങ്കിൽ ട്രേഡ് ബോഡികളുമായും നല്ല ബന്ധമുണ്ടാക്കുകയും അതിനെ മുമ്പോട്ട് കൊണ്ടുപോവുകയും അത് പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യമാണ്, ഒരു സ്റ്റെപ്പാണ്, 9ാമത്തെ സ്റ്റെപ്പായി തന്നെ കരുതാവുന്നതാണ് ആ പ്രൊമോഷൻ കൗൺസിലുകളുമായിട്ടെല്ലാമുള്ള ബന്ധം. അതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് ഓർഡറുകൾ നേടാൻ കഴിയും. അവർ കുറേ ഓർഡറുകളൊക്കെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്, അവരുടെ ലിസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടെയൊക്കെ ഓർഡേഴ്സ് നേടാൻ കഴിയും. ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. RCMCയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് നമുക്ക് മനസ്സിലാവും ഏത് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലുമായാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്, അതിനനുസരിച്ച് എന്തൊക്കെയാണ് നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ടതെന്നുള്ള മനസ്സിലാവും. അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഒരു നെറ്റ്വർക്ക് അവിടെയും കൂടെ ഉണ്ടാക്കിയിടുക.